കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? സജോ ദേവസ്യ. സുജയ, പ്രധാനമായും പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയാൻ ശ്രമിച്ച കാര്യം നിർഭയ കേസ് പോലെയുള്ള കേസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് തുലോം ചെറിയ കേസാണ് എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ വാദിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെയാണ് പ്രോസിക്യൂഷൻ എതിർക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കണമെന്ന് വാദത്തിനിടെ തന്നെ കോടതി ചൂണ്ടിക്കാട്ടി അതിജീവിതരുടെ നിസ്സഹായാവസ്ഥ പരിഗണിക്കണമെന്നും പറഞ്ഞു. അതിനിടെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയാണ്. ഈ കേസിലടക്കം എല്ലാ കേസുകളിലും ഇരയുടെ നിസ്സഹായാവസ്ഥ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിലെ ചുമത്തിയ ചാർജ് 376D എന്നത് ഏതൊരു സ്ത്രീയുടെ അന്തസ് അവിടെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നത് പ്രധാനമാണ്. അതിൽ പ്രധാനമായും പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയാൻ ശ്രമിച്ചത് രാജ്യത്തുമാകെ ചർച്ച ചെയ്ത പല ക്രൂരമായ കേസുകളുമുണ്ട്. അതിലൊന്നാണ് നിർഭയ കേസ്. അങ്ങനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്ന് ആവർത്തിച്ച് അതിൽ പരമാവധി ശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയെടുക്കുക എന്ന പരിശ്രമമാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. മനപരിവർത്തനത്തിനുള്ള അവസരം നൽകണമെന്നും ജീവപര്യന്തം ഇതുപോലുള്ള, അതായത് ജീവിതാവസാനം വരെ തടവ് എന്ന ജീവപര്യന്തത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അങ്ങനെ ഒരു ശിക്ഷയിലേക്ക് പോകരുത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിനെ പ്രോസിക്യൂഷൻ സ്വാഭാവികമായി തന്നെ എതിർക്കുന്നു. എല്ലാ കേസുകളിലും ഇരകളുടെ അന്തസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ഓരോ കേസിൽ നിന്ന് വെവ്വേറെ വേർതിരിച്ച് കാണാൻ കഴിയുകയില്ല എന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഒരു ചാർജ് ചുമത്തിയാൽ ആ ചാർജിലുള്ള ശിക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അതിൽ എല്ലാവരുടെയും അന്തസ്സും അഭിമാനവും എന്നത് ഒരേപോലെ തുല്യമാകുന്നുണ്ട് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അതിജീവിതയുടെ ആക്രമണ വേളയിലെ നിസ്സഹായാവസ്ഥ, അവളുടെ അന്തസ്സിനേറ്റ വലിയ ഒരു മുറിവ്, അത് കോടതി കണക്കിലെടുക്കുന്നു എന്ന് തന്നെയല്ലേ ഈ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും കോടതി ആ ചോദ്യം പ്രതിഭാഗം അഭിഭാഷകനോട് ചോദിക്കുകയും ചെയ്തു. അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ പരിഗണിക്കണം. അവർ നേരിട്ട അതിക്രമം, അപമാനം ഇവയൊക്കെ പരിഗണിക്കേണ്ടത് ഒരു സ്ത്രീയുടെ അന്തസ്സിന്റെ കാര്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റിസ് വർമ്മ കേസ് എന്ന നിർഭയ കേസിന് ശേഷം രൂപീകരിക്കപ്പെട്ട സമിതിയാണ്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയാൻ ശ്രമിക്കുന്നത് ഈ കേസിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്, ഇതൊരു ക്രൂരമായ കേസല്ല എന്ന് ആവർത്തിച്ച് വാദിക്കാൻ ശ്രമിക്കുന്നു. അതുവഴി പരമാവധി ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകണം എന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. അത് കോടതി ചൂണ്ടിക്കാണിക്കുന്ന, അതിന് മറുപടിയായി കോടതി ആരായുന്നത്, അതായത് കോടതി ചോദ്യങ്ങൾ ചോദിക്കുന്നു പ്രതിഭാഗം, അതായത് പൾസർ സുനിയുടെ അഭിഭാഷകനോട്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല നേരിട്ട് ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗം, അതായത് ഈ പങ്കാളിത്തം സംബന്ധിച്ചുള്ള കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കോടതി ആ കാര്യത്തിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നു, തിരികെ ചോദ്യങ്ങൾ ചോദിക്കുന്നു പൾസർ സുനിയുടെ അഭിഭാഷകനോട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം കോടതി കോട്ട് ചെയ്യുകയാണ്. അത് ഈ അതിക്രൂര ബലാത്സംഗം നടന്നിട്ടില്ല എന്ന വാദം പൾസർ സുനിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചപ്പോഴാണ് ഇത് ഒരു സ്ത്രീയുടെ അന്തസ്സാണ്, അവരുടെ നിസ്സഹായാവസ്ഥ, അതായത് ഇരയുടെ, വിക്ടിമിന്റെ അന്തസ്, അവർ നേരിട്ട അപമാനം, അവർ അനുഭവിച്ച വിഷമതകൾ ഇവയൊക്കെ പരിഗണിക്കണം എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചത്. സാധാരണഗതിയിൽ ഇത്തരം ഒരു അതിക്രമം നടക്കുമ്പോൾ അതിന്റെ നിർവചനം എന്നത് അവർ കടന്നുപോയ ട്രോമയെ പരിഗണിച്ചുകൊണ്ടാവണം, അതല്ലാതെ അത് സാങ്കേതികമായിട്ടായിരിക്കരുത് എന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം. അത് ഈ വർമ്മ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ അക്രമത്തിന്റെ സ്വഭാവം എന്ത് തന്നെയായാലും അവർ അനുഭവിച്ച ദുരിതം, അവർ അനുഭവിച്ച വേദന, ട്രോമ എന്നിങ്ങനെ അവരുടെ അന്തസ്സിനും അപമാനത്തിനും അവർ നേരിട്ട അതിക്രമത്തിനുമൊക്കെ അവർക്ക് ഇതിനകം നൽകേണ്ടി വന്ന വില, ഇവയൊക്കെ ചേർത്ത് വഹിച്ച് വായിക്കുകയാണ്. അതായത് ആ അക്രമത്തിന്റെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് ഈ അതിക്രമം നടത്തിയത് എന്നതിനപ്പുറത്തേക്ക് ആ ഒരു വിക്ടിം എന്ന നിലയ്ക്ക് അവരനുഭവിച്ചിട്ടുള്ള വേദന എന്താണ് ഇതിൽ പ്രധാനമായും പരിഗണിക്കേണ്ടത്. അത് ഈ റിപ്പോർട്ടിലടക്കം ഈ കമ്മീഷൻ, ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് എന്ന് കോടതി പ്രധാനമായും പറയുകയാണ്. ഒപ്പം മുൻകാല കേസുകൾ, പല കേസുകളിലും ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് പൾസർ സുനി. അതായത് മുൻകാല കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലം എന്നത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അല്ലെങ്കിൽ സമാന സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പല ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് പൾസർ സുനി എന്നത് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. NDPS കേസടക്കം, അതായത് ലഹരി കേസടക്കം പൾസർ സുനിക്കെതിരെയുണ്ട്. അങ്ങനെ പല കേസുകളും കുറ്റകൃത്യങ്ങളിലും മുൻപ് ഉൾപ്പെട്ട ആളാണ് പൾസർ സുനി. അങ്ങനെ ഒരാൾക്ക് ഒരു ഇളവിന്റെ ആനുകൂല്യവും നൽകാൻ പാടില്ല എന്ന് ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ് പ്രോസിക്യൂഷൻ. എന്താണ് പ്രധാനം, ഈ കേസിനെ മറ്റ് കേസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതാണെന്ന് വാദിച്ചുകൊണ്ട് പരമാവധി ശിക്ഷയിൽ നിന്ന് ഒന്നാം പ്രതിക്ക് ഇളവ് വാങ്ങിക്കാനുള്ള പരിശ്രമം ഒന്നാം പ്രതിയുടെ, അതായത് പൾസർ സുനിയുടെ അഭിഭാഷകൻ ശ്രമിക്കുമ്പോൾ സംശയങ്ങളും മറുപടികളും തിരികെ ചോദ്യങ്ങളും കോടതി ഉന്നയിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രോസിക്യൂഷൻ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കഥ, അതിൽ ഇടപെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ പറയുന്നത് ഇയാൾ
ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, ലഹരി കേസുകൾ മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നടക്കം അതിനുള്ള മറുപടി പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നു. എറണാകുളം കോടതിയിലെ നടന്ന കേസിൽ വെറുതെ വിട്ടെന്ന വാദം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ രേഖകൾ ഹാജരാക്കാം എന്ന് പക്ഷേ പ്രോസിക്യൂഷൻ മറുപടി നൽകുകയാണ്. അതായത് ഇരുവരും തമ്മിൽ, അതായത് നേരത്തെ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞ വാദമുഖങ്ങളെ പൂർണ്ണമായും ഖണ്ഡിക്കുകയാണ് പ്രോസിക്യൂഷൻ എന്നതാണ്. അത് ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴാണ് അതിൽ വെറുതെ വിട്ടു എന്ന മറുപടി പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞത് അങ്ങനെയല്ല, അതിന് രേഖകളുണ്ട്, ആ രേഖകൾ ഹാജരാക്കാം എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ്. അതായത് ഒന്നാം പ്രതിക്ക് പരമാവധി ശിക്ഷ ഉണ്ടല്ലോ എന്ന സൂചന നേരത്തെ തന്നെ കോടതി നൽകിയതാണ്. അപ്പോഴാണ് അതിൽ എന്തെങ്കിലും ഒരു ഇളവിന്റെ സാധ്യത പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം അതിന്റെ രേഖകൾ കോടതി ആരായിക്കുകയും ചെയ്തത്. അത് ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള രേഖകളാണ്. ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് സൂചിപ്പിച്ചപ്പോഴാണ് അതിന്റെ രേഖകൾ കോടതി ആരായുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന്റെ രേഖകൾ കാണിക്കൂ എന്നതാണ്. അതായത് ഒന്നാം പ്രതി എന്നത് കുറ്റകൃത്യത്തിലെ പങ്കാളിത്തത്തിന്റെ സ്വഭാവം നേരത്തെ കോടതിയുടെ പ്രതികരണങ്ങളിൽ നിന്ന്, പരാമർശങ്ങളിൽ നിന്ന് സൂചന മാത്രം പരിശോധിച്ചാൽ പങ്കാളിത്തം തന്നെ പരിഗണിച്ചാൽ പോലും ഒന്നാം പ്രതിക്ക് പരമാവധി ശിക്ഷ എന്ന പ്രോസിക്യൂഷൻ വാദം നിലനിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിന്മേലുള്ള വാദങ്ങളാണ് പ്രധാനമായും നടക്കുക. പക്ഷേ അവസാനവട്ടം, അതായത് ശിക്ഷാവിധിയിന്മേലുള്ള വാദം ഘട്ടത്തിൽ അവസാനവട്ടവും പ്രതിഭാഗം പൾസർ സുനിയുടെ അഭിഭാഷകൻ പ്രധാനമായും പരിശ്രമിക്കുന്നത് ഈ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം മറ്റ് പല കുറ്റകൃത്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യസ്തമാണെന്നും അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകരുത് എന്ന വാദമാണ് ആവർത്തിച്ച് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം പക്ഷേ അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഇടപെട്ടുകൊണ്ട് അങ്ങനെ പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദങ്ങളെ ഗണ്ണിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, ഒപ്പം ഈ കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തെ വേർതിരിച്ച് കാണാൻ കഴിയില്ല എന്ന വാദവും മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷമാണ് ഓരോ കേസുകളുടെ കാര്യം പറഞ്ഞു വന്നത്. അതായത് ക്രിമിനൽ പശ്ചാത്തലം ചൂണ്ടിക്കാണിക്കാനാണ്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിക്ക് ഇക്കാര്യത്തിൽ ഇളവിനോ എന്തെങ്കിലും കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് എന്തെങ്കിലും ഇളവിനോ ദയയ്ക്കോ അർഹതയില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ കാര്യം ശ്രമിക്കുന്നത്. അതോടൊപ്പം നേരത്തെ സുനി കോടതിയിൽ പറഞ്ഞതുപോലെ അമ്മയുടെ കാര്യം പരാമർശിച്ചിരുന്നു. ആ ഭാഗവും ആ ഒരു സാധ്യത കൂടിയും പൾസർ സുനിയുടെ അഭിഭാഷകൻ ഉപയോഗിക്കുകയാണ്. പൾസർ സുനിയുടെ അമ്മ രോഗിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മയുടെ അസുഖം പരിഗണിക്കണം, അതുകൊണ്ട് ഇളവ് വേണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇളവിനുള്ള സജു ദേവസ്യ ഇപ്പോൾ പരമാവധി ശിക്ഷ നൽകരുത് എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ വാദിക്കുകയാണ്. അതോടൊപ്പം അമ്മയുടെ അസുഖം പരിഗണിക്കണമെന്നുള്ള ആവശ്യമുണ്ട്. ഈ മറ്റ് കേസുകളിൽ നേരത്തെ NDPS കേസടക്കം 2 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിന്റെ ആ രേഖകൾ എവിടെയെന്ന് കൂടി കോടതി ചോദിക്കുകയാണ്. അതായത് ക്രിമിനൽ പശ്ചാത്തലം വിശദമായി തന്നെ പരിശോധിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? ഉറപ്പായും. അതായത് ഓരോ ചാർജുകളിൽ മേലും ഓരോ പ്രതികളുടെയും കാര്യത്തിൽ പ്രതിഭാഗം, അതായത് പൾസർ സുനിയുടെ അഭിഭാഷകനും പ്രോസിക്യൂഷനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത, ഓരോ കാര്യങ്ങളിലും കോടതി വ്യക്തത വരുത്തി പോവുകയാണ് എന്നാണ് പ്രധാനമായും കാണേണ്ട ഒരു കാര്യം. അതിന്മേൽ പക്ഷേ വിശദമായ തുടർ പരിശോധനകളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയില്ല. പ്രാഥമികമായ ഒരു പരിശോധന, അതായത് ശിക്ഷാവിധിയിന്മേൽ അതിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാം, സമയം തരണം എന്നും മറ്റും ആവശ്യപ്പെട്ടാൽ അത് കോടതി പരിഗണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനും അപ്പുറത്തേക്ക് അക്കാര്യത്തിൽ ഒരു അന്തിമമായ, ഏറ്റവും ഒടുവിൽ വളരെ വേഗത്തിൽ നടത്തുന്ന അന്തിമമായ ഒരു വാദമുഖമായി മാത്രം കണ്ടാൽ മതി. അതിൽ കൂടുതൽ, അതിൽ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു രേഖ ഹാജരാക്കാം എന്ന് അങ്ങോട്ടേക്ക് പറയുകയാണെങ്കിൽ അതിനുള്ള സമയം കോടതി അനുവദിക്കാനുള്ള സാധ്യത മാത്രമാണുള്ളത്. പക്ഷേ ഇതിലേറ്റവും പ്രധാനം പൾസർ സുനിയുടെ അഭിഭാഷകൻ പരമാവധി, അതായത് ജീവിതാവസാനം വരെ തടവ് എന്ന പരമാവധി ശിക്ഷ ലഭിക്കാതിരിക്കാനുള്ള എല്ലാ വാദമുഖങ്ങളും മുന്നോട്ട് വെക്കാൻ പരമാവധി പരിശ്രമിക്കുന്നു എന്താണ് ഇതിൽ കാണേണ്ടത്. ഒന്നാം പ്രതി, അതായത് ഈ കുറ്റകൃത്യം നേരിട്ട് നടത്തിയ ആൾ, ബാക്കി 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഇയാളെ സഹായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പരമാവധി ശിക്ഷ ലഭിക്കാൻ അർഹതയുള്ള കുറ്റവാളി എന്ന നിലയ്ക്ക് പൾസർ സുനിയെ കാണേണ്ടതുണ്ട് എന്താണ് പ്രധാനമായും കാണേണ്ട ഒരു കാര്യം. അതിൽ പ്രോസിക്യൂഷന്റെ വാദം എല്ലാ പ്രതികൾക്കും ഇതേ ശിക്ഷയ്ക്ക് തന്നെ അർഹരാണ് എന്ന് വാദിക്കുമ്പോഴും ഒന്നാം പ്രതിയുടെ കാര്യത്തിലുള്ള ചാർജ് അത് തന്നെയാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. ഒരേ ചാർജ് ആണെങ്കിലും കുറ്റകൃത്യത്തിന്റെ സ്വഭാവം പരിഗണിച്ചാൽ, അതായത് പങ്കാളിത്ത സ്വഭാവത്തിൽ പരിഗണിച്ചാൽ അത് പ്രധാനമാണ്. പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദമാണ് അയാൾ മുന്നോട്ട് വെച്ചത്. ചില വാദങ്ങളെ പ്രോസിക്യൂഷൻ കൃത്യമായി ഗണ്ണിക്കുകയും ചെയ്തു. മാർട്ടിൻ ആന്റണിയുടെ അഭിഭാഷകൻ ഓൺലൈനായി ഈ കാര്യത്തിൽ, അതായത് ശിക്ഷാവിധിയിന്മേലുള്ള വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുകയാണ്.